Now, I invite the choir for the congregation. പ്രാർത്ഥിക്കാം. ജീവിത വഴിധാരയിൽ ഇരുൾ കനക്കുമ്പോൾ അങ്ങയുടെ പ്രകാശമായി മാറുവാൻ ഈ ലോക ജീവിതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് സഹായകമായി കൂടെയിരിക്കുന്നതിനായി നന്ദി. വിളക്കേന്തിയ വനിത എന്ന് അറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവരുടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിനായി ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അങ്ങയുടെ വെളിച്ചമായി മാറുവാൻ ഞങ്ങളുടെ സ്ഥാപനത്തിലൂടെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ ദൈവം അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി നന്ദി. കോവിഡിൻ്റെ പ്രതിസന്ധികളിൽ അവിടുന്ന് കൂടിയിരിക്കുകയും പഠന മേഖലകളെ അവിടുന്ന് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയനായ MLAക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയറക്ടർ ബെനറ്റ് സാറിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നഴ്സിംഗ് കോളേജിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുകയും ഈ ശുശ്രൂഷ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുന്നതിന് അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ തിരുവചന സന്ദേശം നൽകുന്ന ഞങ്ങളുടെ മോഡറേറ്റർ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമാകുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകളെ മെച്ചപ്പെടുത്തുവാനായി അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Set out to be a leader. They set out to make a difference. It's never about the role, it's always about the goal. The backbone of this institution, who dreams to build a medical college, become reality. His hard work, dedication, commitment, life of this institution is past 35 years opened a way to witness a medical college, start GNM, BSc Nursing, paramedical and PG courses. Each year coming with new projects, a boon to make poor students and staff. It's our adorable mentor, Dr. J. Bennett Abraham, Director of Dr. SLCSA Medical College and Hospital. Sir has spared his precious time to grace this occasion. I invite Director to give welcome address. സ്നേഹവും ബഹുമാനവുമുള്ള ദക്ഷിണ കേരള മഹായിടവകയുടെ വിമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റും നമ്മുടെ പ്രിയങ്കരനായ പാറശാല നിയോജക മണ്ഡലം MLA ശ്രീ ഹരീന്ദ്രനും സഖാവ്, വേദിയിലും സദസ്സിലും ഹാജരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, ഇന്നേ ദിവസം നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വേഷമണിഞ്ഞ് വന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം, എൻ്റെ മലയാള ഭാഗം ഞാനൊന്ന് പറയുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു പുതിയ തുടക്കമാണ് ഈ 90 വിദ്യാർത്ഥിനികൾ ഇന്ന് പ്രതിജ്ഞയെടുത്ത് തുടങ്ങുന്നത്. വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ആധുനിക നഴ്സിംഗിൻ്റെ തുടക്കം ആയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1820 മെയ് 12-ാം തീയതി ജനിച്ച് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ഒരു യുദ്ധമായിരുന്നു ക്രീമിയൻ വാർ. ആ യുദ്ധസമയത്ത് പട്ടാളത്തുകാർ മരിച്ച് വീഴുന്ന ഒരു സൈഡിൽ, അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവരുമ്പോൾ ആ ഇരുട്ടത്ത് ആ ക്യാമ്പ് സൈറ്റുകളിൽ വിളക്ക് ഏന്തി ആ രോഗികളെ ശുശ്രൂഷിച്ച് അങ്ങനെ തുടങ്ങിയ ഒരു തുടക്കമാണ് ഇന്ന് നാം ആ മഹത് വ്യക്തിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ പ്രതിജ്ഞയിൽ നിങ്ങൾ ഈ ക്ലിനിക്കൽ സൈഡിലേക്ക്, അതായത് രോഗികളുടെ അടുക്കിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഫംഗ്ഷന് ഹാജരായിരിക്കുന്നു. രോഗികളുടെ ജീവിതങ്ങളിൽ വെളിച്ചമായി ശോഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിരിയാൻ പോകുന്ന മനോഹരമായ ഒരു പുഷ്പത്തിൻ്റെ മൊട്ടായിട്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഹാജരായിരിക്കുന്നത്. 90 പേര് 2020 GNM ബാച്ചിന് അഡ്മിഷൻ കിട്ടി കാരക്കോണം നഴ്സിംഗ് കോളേജിലേക്ക്, നഴ്സിംഗ് സ്കൂളിലേക്ക് വന്നിരിക്കുന്നവർ 40 പേരും BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി വന്നിരിക്കുന്ന 50 പേർക്കും വളരെയധികം സന്തോഷത്തോടു കൂടി അതിൽ നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും അതിനോടൊപ്പം ഞങ്ങൾക്കും ഇന്ന് ദൈവ സാന്നിധ്യമുള്ള ഈ പുണ്യഭൂമിയിൽ ഈ ഹാളിൽ ഹാജരായി നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ ദൈവം അവസരം തന്നതിന് ദൈവത്തിന് 1000 സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് പാറശാല നിയോജക മണ്ഡലത്തിൻ്റെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് നാട്ടുകാർക്കും നിയമസഭയിലും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ ഹരീന്ദ്രൻ MLA. അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉള്ള ഈ മെഡിക്കൽ കോളേജ്, അതിനോടനുബന്ധിച്ചുള്ള നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂള്, പാരാമെഡിക്കൽ കോളേജ്, പാരാമെഡിക്കൽ കോഴ്സസ് ഉള്ള ഈ സ്ഥാപനത്തിന് എപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്നതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ ഹരീന്ദ്രൻ MLA. ഇന്നേ ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന MLAക്ക് എൻ്റെയും നിങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബിഷപ്പ് മിസ്റ്റർ ഷെർലി പ്രസാദം നഴ്സിംഗ് സൈഡിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കേന്ത്യ വനിതയായി ലോകം മുഴുവൻ ഓർക്കുമ്പോൾ ദക്ഷിണേന്ത്യ സഭയും ദക്ഷിണ കേരളവും അവരിൽ ഞാൻ കാണുന്നത് നമ്മുടെ മധ്യേ ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റൊരു വിളക്കേന്ത്യ വനിതയാണ്. നഴ്സിംഗ് പ്രൊഫഷൻ അല്ലെങ്കിലും എപ്പോഴും ആർക്ക് ആവശ്യമുണ്ടെങ്കിലും എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദ നീഡി, സഹായ ഹസ്തവുമായി എപ്പോഴും
സഹായിക്കുന്നതിനുള്ള മനസ്സ്. അതുപോലെ ഇന്ന് ഞങ്ങൾ നടന്നിങ്ങോട്ട് വരുമ്പോൾ MLA പറയുകയായിരുന്നു, എത്ര അവിവാഹിതരായ സ്ത്രീകൾക്ക് കല്യാണം നടത്തിക്കൊടുത്ത് എത്ര പേർക്കാണ് അവരുടെ നേതൃത്വത്തോടുകൂടി മംഗല്യ എന്ന് പറയുന്ന സമൂഹ വിവാഹത്തിലൂടെ ജീവിതങ്ങൾ ഒരുമിപ്പിച്ച് ജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നത്. അസാധ്യമെന്ന് കരുതിയിരുന്ന ദക്ഷിണ കേരള മഹായിടവകയിൽ ഇത് സാധ്യമാണ് എന്ന് സ്ഥാപിക്കുക മാത്രമല്ല, എല്ലാ വർഷവും ജനുവരി 26 തീയതി ഉണ്ടെങ്കിൽ ഭാരതം റിപ്പബ്ലിക്കായ ദിനം എല്ലാ വർഷവും ഓർക്കപ്പെടുന്ന ആ ദിവസത്തിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടത്തുന്ന സമൂഹ വിവാഹത്തിലൂടെ അടുത്തൊരു ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ തൻ്റെ പ്രവർത്തനത്തിലൂടെ മാതൃകയായി നമുക്കെല്ലാവർക്കും വഴികാട്ടിയായിരിക്കുകയാണ്. ഈ വരുന്ന 26 തീയതിക്ക് 19 പെൺകുട്ടികളെയും 19 ആൺകുട്ടികളെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാളെ കൂടി ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെയും അവർ പരിഗണിക്കുന്നു. തിരക്കേറിയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന മിസ്റ്റർ ഷേർലി റസാലത്തിനും നിങ്ങളുടെയും എൻ്റെയും പേരിൽ അദ്ദേഹം നിറഞ്ഞ അടുത്തതായി സ്വാഗതം പറയുന്നത് മെഡിക്കൽ മിഷന്റെ സെക്രട്ടറിയായി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വയസ്സ് ഒരു പ്രശ്നമല്ല, അതൊരു നമ്പർ മാത്രമാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മധ്യേ വന്ന് എല്ലാം ഭംഗിയായി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും എല്ലാ വാർഡുകളിലും എല്ലാ OP-യിലും സമയത്തിന് എല്ലാവരും വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കുകയും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്നെ വിളിച്ചു പറയുകയും ഈ സ്ഥാപനത്തെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഇതിനുപരി 1975 ഡോക്ടർ സോമർവേൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ സർജൻ നെയ്യൂർ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന്, അത് കഴിഞ്ഞ് വെല്ലൂരിൽ നിന്ന്, അത് കഴിഞ്ഞ് തിരിച്ച് ലണ്ടനിലേക്ക് പോയി. അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് LMS ഹോസ്പിറ്റൽ കന്യാകുമാരി ഡയസസിന്റെ ഭാഗത്തു നിന്ന് ദക്ഷിണ കേരള മഹായിടവക ഏറ്റെടുക്കുകയും അതിന് സോമർവെൽ മെമ്മോറിയൽ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പേരിടുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച വ്യക്തിയും കൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു കാര്യം കൂടെ 1986 ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം മെഡിക്കൽ മിഷൻ സെക്രട്ടറിയുമായി. നിങ്ങൾക്ക് എല്ലാവരുടെയും പേരിൽ എൻ്റെയും പേരിൽ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യും. ഡോക്ടർ അനിഷ മെർലിൻ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു. 19 വർഷം മെഡിക്കൽ കോളേജ് തുടങ്ങി സമയം മുതൽ ഇതിൻ്റെ എല്ലാ ബാലാരിഷ്ടതകളും നേരിൽ കണ്ട് വളർന്ന് അവസാനം അഭിവന്യ തിരുമേനി സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായി MBBS-ലെയും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെയും നയിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അച്ചടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നന്നായിട്ട് പോകണമെന്ന് മാത്രമേ മാഡത്തിന് ആഗ്രഹമുള്ളൂ. ഈ ക്യാമ്പസിൽ തന്നെ താമസിച്ച് രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഡോക്ടർ അനിഷ മെർലിനും ഞാൻ നിങ്ങളുടെയും എൻ്റെയും പേരിലുള്ള സ്വാഗതം.
അടുത്തതായി സ്വാഗതം പറയേണ്ടിയിരിക്കുന്നത് ചാപ്ലൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായി വെറും 10 ദിവസത്തിന് മുമ്പ് ഇവിടെ ജോയിൻ ചെയ്ത റവറൻഡ് റോബർട്ട് രാജാണ്. അദ്ദേഹം ഈ ക്യാമ്പസിൽ താമസമായിട്ട് ഒരാഴ്ചയായുള്ളൂ. ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ക്യാമ്പസിൽ പങ്കെടുക്കുന്നത്. തുടർന്നുള്ള നാളുകളിൽ ഒരു ക്രിസ്തീയ അന്തരീക്ഷത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മളെ നയിക്കുവാൻ സാധിക്കും. ഈ സ്ഥാപനം ചുറ്റുപാടിലേക്കും ശോഭിക്കുന്ന ഒരു കിടാവിളക്കായി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും ഉണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെയും നിങ്ങളുടെയും എൻ്റെയും പേരിൽ സ്വാഗതം. അടുത്ത സ്വാഗതം പറയേണ്ടത് നമ്മുടെ പ്രിയങ്കരായ 2 പ്രിൻസിപ്പൽമാരാണ്. ഡോക്ടർ സുജ ബേബിയും മിസ്സസ് രഞ്ജു, നഴ്സിംഗ് കോളേജിൻ്റെയും നഴ്സിംഗ് സ്കൂളിൻ്റെയും പ്രിൻസിപ്പൽമാർ. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ കാണുന്നത് വിദ്യാർത്ഥികളായ നിങ്ങളോടുള്ള ഒരു കൺസേൺ. ഇതിലൊരു വിദ്യാർത്ഥിനി പോലും വിഴുന്നു പോകാതെ ക്ലാസ്സുകൾ കറക്റ്റായി എടുത്ത് 100% റിസൾട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആഗ്രഹവും അവരുടെ പ്രയത്നവുമാണ്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന പ്രിൻസിപ്പൽമാരെ 2 പേരെയും ഞാൻ നിങ്ങളുടെയും എൻ്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്വാഗതം പറയേണ്ടത് വളരെയധികം അഭിമാനമാണ് നമ്മുടെ അധ്യാപകർ. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത് മാത്രമല്ല, വാർഡിലെ രോഗികളുടെ അടുക്കലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇല്ലായ്മകളുടെ മധ്യത്തിലൂടെയും എൻ്റെ മക്കൾ വളരെ നല്ല നിലയിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളെ ഇവിടെ പഠിക്കാൻ വിട്ടിരിക്കുന്ന മാതാപിതാക്കളെ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല. അവരുടെ രക്തം വിയർപ്പാക്കി മക്കൾ നല്ല നിലയിൽ വളർന്നു വരണമെന്നുള്ള ഏക ആഗ്രഹത്തോടു കൂടി ഇന്ന് അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന മാതാപിതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് ദീപം കൊളുത്തി ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പുറപ്പെടുന്ന ഓരോ നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ ജീവിതം ഫ്ലോറൻസ് നൈറ്റിംഗേൽ നയിച്ചതുപോലെ നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഓരോ രോഗിയും നിങ്ങളുടെ അപ്പനാണെങ്കിൽ, നിങ്ങളുടെ അമ്മയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരനാണെങ്കിൽ, നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുമോ അതേപോലെ സ്നേഹത്തിൻ്റെ സ്പർശത്താൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടുകൂടി അവർ നിങ്ങളുടെ ശുശ്രൂഷ ലഭിച്ച വീടുകളിലേക്ക് പോകുമ്പോൾ അവർ പറയണം, എന്നെ ശുശ്രൂഷിച്ച ആ നഴ്സന്മാർ മാലാഖമാരായിരുന്നു. അങ്ങനെ ആയി നിങ്ങൾ തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും. നന്ദി. നമസ്കാരം. May I invite Mrs. Renju S.R., Principal of CSI School of Nursing, to introduce the chief guest. Good evening to one and all. Respected dignitaries on the dais, teachers, parents, and my students. As we all know, today we are gathered here for our students' laminating ceremony. It is a great honor for me to introduce the chief guest, Sri Harindran MLA, and guest of honor Bishop Amma in today's ceremony. Let me introduce our chief guest, Sri Harindran, Honorable MLA of Parashala Legislative Assembly. This is his second time as MLA. He is a well-known person to all of us. He is a person with dedication and have complete qualities for an MLA. His work in his constituency is glorious and commendable. He has a special quality to understand people's problem and to stand with them.
He is always vigilant for the betterment of his constituency, especially in the field of health, and for many who are here, it is experienced. Not only in health, we can see remarkable changes in school, roads and other developments in the past years because of his incredible activities. He gives his ears to all when we approach with our needs and extend his help. We have come to realize that he was involved in a lot of social activities during his college days. Therefore, we believe that our MLA can make the students aware of it and it will become a benefit for the future social activities of our students. Sir, we thank you for all the work you have done for our hospitals. We still have a lot of needs and we expect more help from you as an MLA. We are happy to have you as our chief guest for today's laminating ceremony. Next, I find immense pleasure to introduce our respectful Bishop Amma, guest of honor in today's function. She is very familiar to all of us. Our Bishop Amma giving a strong leadership to our diocese in all areas. She is also a teacher with great mission and vision. She is an elegant speaker as well. The contributions made by our Bishop Amma for the growth and solidarity of Women's Fellowship in our diocese is unique. As the chairperson of Women's Fellowship, her contribution to our diocese is beyond comparison. Her father was a missionary and Achan, and she inherited all his qualities that we can see in all her works, especially Mangalya, which is going to be happen for 6th time in the coming January. Mangalya is one of the great projects of our Bishop Amma, which is carried out under the auspices of Women's Fellowship of our diocese. It aims at helping the poor ones to get married. Through this, many were able to become family. Not only she is taking initiative for conducting this fellowship, she always follows the families and keep contact with them and continue to help them in their needs. These activities can be done only a person with that much dedication. I am very honored and proud to tell that such a personality is with us today. She is an approachable, quiet, a strong lady with smiling face and great vision. The life of Bishop Amma is an inspiration to all of us. There is still a lot to be said about Bishop Amma, but let me conclude. Dear Bishop Amma, we feel great pleasure to have you as our guest of honor in today's laminating ceremony. Once again, I welcome both of you to this ceremony. Thank you. Events jams up without a formal inauguration. Now, it's a time for traditional lamp lighting ceremony. For that, I request Mrs. Shirley Resana, Bishop Amma, and all the dignitaries on the dais to move forward to light the lamp. I request all to stand for the same.
be seated.